ലക്ഷ്മി അത് ഞങ്ങൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള കൂട്ടത്തിലാണ്. കുടുംബകലഹം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ ലക്ഷ്മിയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഞങ്ങൾക്ക് പുരുഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത്, ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്ത് എറിയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഒരമ്മയുടെ ഒരു കയ്യിൽ ഒരു പെൺകുട്ടി, കൂട്ടത്തിൽ അതേ അമ്മയുടെ ഒരു മകൻ. അതേ പ്രകൃതി അല്ലെങ്കിൽ അതേ ദൈവം തന്നെ ഒരുപാട് ദീർഘക്ഷമ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 11 വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സ്ത്രീകൾ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് എന്താ കയറിയ കുഴപ്പം. ചിലപ്പം എതിരാളികളും ഉണ്ടായി എന്ന് വരാം, അത്ര ആധികാരികമായിട്ടല്ലാതെ. മറ്റൊരു മോശമായ പദം, മോശം എന്ന് വെച്ചാൽ അശ്ലീലമല്ല, ചീപ്പ് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന വാക്കുണ്ട് ഇംഗ്ലീഷ്. സംസാരിക്കാൻ വരുന്നവരും തമ്മിൽ നമ്മൾ കോർക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലവരുടെ മനസ്സിലെങ്കിലും നമ്മളോട് ഇത്തിരി വിദ്വേഷമൊക്കെ തോന്നിയെന്നിരിക്കും. ഇത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. ഏതായാലും ഇതൊരു പുതിയ പരീക്ഷണമാണ്. മറ്റ് ചാനലുകളാരും ഇതുവരെ ഇങ്ങനൊരു പരീക്ഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഇന്നൊവേഷനാണ് എന്ന രീതിയിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ പ്രശംസിക്കുന്നു. നമസ്കാരം. മംഗളം ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് സംവാദങ്ങൾ കാണാറുണ്ട്. സംവാദത്തിലെ പുലികളെയും നമുക്ക് അടുത്തറിയാം. ഞങ്ങൾ ഇന്നുള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയിലാണ്. ഇവിടെ 2 പുലികളുണ്ട്. ചാനലുകളിലൂടെ നമ്മളെ പലപ്പോഴും പല വിഷയങ്ങളിലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, അമ്പരപ്പിച്ചിട്ടുള്ള, വലിയ കണക്കുകളൊക്കെ പറഞ്ഞ് നമ്മൾ ആ ചർച്ചകളിലേക്ക് തന്നെ നമ്മളെ വഴിതിരിച്ചു വിട്ട 2 പേർ. പ്രൊഫസർ എ ജി ജോർജ്, ഡോക്ടർ മേരി ജോർജ്. വിദ്യാഭ്യാസ വിദഗ്ധരാണ്. പതിറ്റാണ്ടുകളുടെ വിദ്യാഭ്യാസ മേഖലയിലെ അനുഭവ പരിചയം, സാമ്പത്തിക വിദഗ്ധ, രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലൂടെ എ ജി ജോർജ് സാറിൻ്റെ നിരീക്ഷണങ്ങൾ, സ്പോർട്സ്, അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാത്തിലും കൃത്യമായി അഭിപ്രായം പറയുന്ന 2 പേർ. ഇതിൽ ഞങ്ങൾ ഏറ്റവും പ്രത്യേകതയായി ഇന്ന് അവതരിപ്പിക്കുന്നത് 2 പേരും പല ചാനലുകളിൽ പലപ്പോഴായി പല സംവാദങ്ങളിലൂടെയും പലരെയും മലർത്തിയടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് 2 പേരും ഇവിടെ ഒന്നിക്കുകയാണ്. പ്രൊഫസർ എ ജി ജോർജും പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഡോക്ടർ മേരി ജോർജും ഒന്നിച്ച് കേരള ബജറ്റിനെ എങ്ങനെ കാണുന്നു, കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എങ്ങനെ കാണുന്നു, സാമൂഹിക വിഷയങ്ങൾ എങ്ങനെ കാണുന്നു, ഒപ്പം സ്പോർട്സ് അടക്കമുള്ള വിഷയങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇനി വേണ്ടത് അങ്ങനെ എല്ലാ വിഷയങ്ങളും ഒരു കുടക്കീഴിൽ ഇന്ന് 2 പേരും കൂടി ചർച്ച ചെയ്യുകയാണ്. ഏതായാലും ഡോക്ടർ മേരി ജോർജിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആമുഖങ്ങളുടെ ആവശ്യമില്ല. ഒരു സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ നമ്മളെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ വീടിൻ്റെ ഹോം മേക്കർ കൂടിയാണ്, വീടിൻ്റെ ഗൃഹനാഥൻ കൂടിയായ എ ജി സാറിനും ജോർജ് സാറിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. നമുക്ക് 2 പേർക്കും അവർക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്, അവരുടെ ചർച്ചയൊന്ന് കേൾക്കാം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം സാറേ. ഇപ്പോൾ 2 പേരും പല ഫ്ലോറുകളിലും പല പല വിഷയങ്ങളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. ഒന്നിച്ചിങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യമായിട്ടാണ്? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണ്. വർഷങ്ങളായി വിവിധ ചാനലുകളിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ് ഞങ്ങൾ 2 പേരും. അതിനകത്ത് അല്പസ്വല്പം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും പല മേഖലകളെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിൽ പല വിഷയങ്ങളിൽ ഞങ്ങൾ ദീർഘമായി ചർച്ചകളിൽ ഇടപെടുന്ന ആളുകളാണ്. ആദ്യമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചിരിക്കുന്ന മംഗളം ചാനലിലെ എല്ലാ വിജയങ്ങളും ഞാനും എൻ്റെ സഹധർമ്മിണിയും ആശംസിക്കാൻ കൂടി ഈ അവസരമെടുക്കുന്നു. ഇനി ചോദ്യത്തിലേക്ക് വരാം. ലക്ഷ്മി ചോദിച്ച ചോദ്യം, ഇത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും അല്പമൊക്കെ ഇരുത്തം വന്നു എന്ന് ഞങ്ങൾ തന്നെ അഹങ്കരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ വിഷമവും പ്രയാസവും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിങ്ങളുമായി സാധാരണ പോലെ ഒരു അനൗപചാരികമായ ഒരു സംവാദത്തിലേക്ക് ഏത് വിഷയത്തെക്കുറിച്ചും പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. എന്തിലും ലേഡീസ് ഫസ്റ്റ് എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ലൈൻ എന്ന് പലപ്പോഴും ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ തോന്നിയിട്ടുണ്ട്. 100 നാവാണ് ടീച്ചറിൻ്റെ ചർച്ചകളെ കുറിച്ച്, എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സാറിനുള്ളത്. ഇപ്പം ബജറ്റാണ്, എല്ലാവരും ഡോക്ടർ മേരി ജോർജ് എന്ത് പറയുന്നുവെന്നും എഴുതുന്നുവെന്നും കേൾക്കാൻ കാത്തിരിക്കുന്നൊരു സമയമാണ്. ഈ വിസ്മയങ്ങളുടെ ഒരു രാജാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു എക്സ്പീരിയൻസിനെ ടീച്ചർ എങ്ങനെ കാണുന്നുണ്ട്? ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ കടന്നുപോയിട്ടുണ്ടാവും. സാറ് പറഞ്ഞോളൂ ഇരുത്തം വന്നു, എങ്കിലും എന്ത് തോന്നുന്നു? അതായത് ലക്ഷ്മി ഇപ്പോൾ ചോദിച്ചതുപോലെ ദൂരദർശൻ കേരളത്തിൽ തുടങ്ങിയ ആദ്യ കാലം മുതൽ ഞങ്ങൾ 2 പേരും ധാരാളം പ്രോഗ്രാമിൽ, അന്ന് ദൂരദർശൻ്റെ ബാഡ്ജോട് കൂടിയ പാർട്ട് ടൈം ആർട്ടിസ്റ്റായിരുന്നു ഭർത്താവ്. അതായത് സ്പോർട്സ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അപ്പോഴും ക്യൂസ് പ്രോഗ്രാം തൊട്ട് ഒരുപാട് പ്രോഗ്രാംസ് ദൂരദർശനി ചെയ്തു. അങ്ങനെ പിന്നെ മറ്റ് ചാനലുകൾ വന്നു. മംഗളത്തിലും ഞങ്ങൾ ധാരാളം പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ
ഇരുത്തം വന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ജനം നമ്മളെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം എതിരാളികളും ഉണ്ടായി എന്ന് വരാം. അത്ര ആധികാരികമായിട്ടല്ലാതെ സംസാരിക്കാൻ വരുന്നവരും തമ്മിൽ നമ്മൾ കോർക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലവരുടെ മനസ്സിലെങ്കിലും നമ്മളോട് ഇത്തിരി വിദ്വേഷമൊക്കെ തോന്നിയെന്നിരിക്കും. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആധികാരികമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അത് സമൂഹത്തിനൊരു ബോധവൽക്കരണമാണ് ഈ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞ എല്ലാ ചാനലുകളും ശ്രദ്ധിക്കുന്നവർ അവർക്ക് ആവശ്യപ്പെട്ടത് എന്തൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ അവരെ വിഡ്ഢികളാക്കാൻ പാടില്ല. അവർക്ക് കൃത്യമായ കാര്യങ്ങൾ തന്നെ പറയാം. ആ ഒരു ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞങ്ങളങ്ങനെ കാര്യങ്ങൾ പഠിച്ച് പറയാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ബജറ്റിലേക്ക് വരികയാണ്. ഇന്ന് ഇതൊരു വിസ്മയങ്ങളുടെ ബജറ്റായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത്ര ധനപ്രതിസന്ധിയുള്ള ഒരു ഗവൺമെൻറ് സമയത്ത് ഒരു ഗവൺമെൻറ് വന്നിട്ട് ആ ഗവൺമെൻറ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും ഉടൻ തന്നെ, അതായത് പൂർണ്ണമായിട്ട് നടപ്പാക്കി എന്നല്ല പറയുന്നത്, പക്ഷേ നടപ്പാക്കും എന്ന ആർജവം കാണിച്ച് കുറച്ച് കാര്യങ്ങൾ, അതായത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അനുമോദനം അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വിസ്മയങ്ങൾ സൃഷ്ടിക്കും 5 വർഷം കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, അതുപോലെ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞത് 100-ലധികം സീറ്റ് നേടുന്നു, അത് ഒരു വിസ്മയമായി മാറി. ധവളപത്രത്തിലും ഒപ്പം പല കാര്യങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതിലൊക്കെ അദ്ദേഹം കൃത്യമായി പഠിച്ചാണ് പറയുന്നത്. ഇപ്പൊ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ 5 ദിവസം എടുത്ത് കേരളത്തിന്റെ നല്ല ഭാവിക്ക് ഒരു ബജറ്റ് തയ്യാറാക്കുന്നു എന്നാണ് പറയുന്നത്. മുൻപ് ധനമന്ത്രിമാർ അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ പ്രിയദർശിനി യാത്ര, കേരളത്തിലെ സ്ത്രീകളുടെ മുഖത്തൊക്കെ ഒരു സന്തോഷമുണ്ട്. വളരെ പാവപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന 3000 രൂപയൊക്കെ വലിയ ആശ്വാസമാണ്. അത് വലിയൊരു പോസിറ്റീവാണ്. അപ്പൊ സ്ത്രീകൾ എന്ത് കരുതുന്നു എന്നുള്ളത് എല്ലാവരും ഇട്ട് നോക്കുകയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ടീച്ചറിനോട് അത് ചോദിക്കുന്നതിന് മുൻപ് പുരുഷന്മാരൊക്കെ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്കും വേണം സൗജന്യം എന്നൊക്കെയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്തൊരു മാജിക് സാർ എന്തായിരിക്കും ഈ ബജറ്റിൽ കാത്തിരിക്കുന്നത്? ലക്ഷ്മി, ഞാനിവിടെ കാണുന്നത് ഒരു സാധാരണ പൗരൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ബജറ്റിനെ കാണാൻ ശ്രമിക്കുന്നത്. ഞാനിതിൻ്റെ സാങ്കേതികത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള താത്വികമായിട്ടുള്ള വിശകലനത്തിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത്, ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്ഥായിയായി ഒരു ഭരണത്തിൻ്റെ കീഴിൽ ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള ഒരു ദർശനരേഖ ആയിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമാണ് എനിക്കുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറുക്ക് വഴികളിലൂടെ 1-2 ആനുകൂല്യങ്ങൾ കൊടുത്ത്, നമ്മളൊക്കെ സാധാരണയായി പറയുന്നുണ്ടല്ലോ, ഈ ഇലക്ഷൻ പ്രചരണം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അത് ഇന്ന കക്ഷിയെന്നൊന്നുമില്ല, അവർ പുറപ്പെടുവിക്കുന്ന പ്രകടന പത്രികയിൽ നമ്മൾ സാധാരണയൊക്കെ നിങ്ങളുടെയൊക്കെ കോളേജ് ഭാഷയിൽ പറയുന്ന മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ആളുകളെ ആകർഷിക്കുകയും അങ്ങനെ ഭരണത്തിൽ എങ്ങനെയെങ്കിലും കയറുക. ഇത് യഥാർത്ഥത്തിൽ ദീർഘമായി ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലാണ്. ജയലളിതയാണ് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങിച്ച ഒരു സംസ്കാരം ഇന്ത്യയിൽ സൃഷ്ടിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. വീടുകളിലൊക്കെ സൈക്കിൾ കൊടുക്കുക, TV കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള അത് ഏതാണ്ട് ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ആകമാനം വ്യാപിച്ചിട്ടുണ്ട് പല തരത്തിൽ. അതിനകത്ത് ഇപ്പോൾ എല്ലാ കക്ഷികളെയും അതിജീവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 5-10 ഒന്നുമല്ല, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് മറ്റൊരു വിഷയം. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ലക്ഷ്മി ചോദിച്ചതുപോലെ സതീശൻ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ആർജവം കാട്ടുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് മുൻ മുഖ്യമന്ത്രിമാരിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ടുള്ളൊരു മുഖമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതും ലക്ഷ്മി പറഞ്ഞതുമായി സൂചിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ 1 മാസം ഇന്ന് തികയാണ്. സതീശൻ, അത് യാദൃശ്ചികമാണെന്നെങ്കിൽ പോലും നിങ്ങളിന്ന് വന്നത് ഏതാണ്ട് സതീശൻ്റെ പൂർണ്ണമായി 1 മാസം തികയുന്നത് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ, ഇന്ന് 18ആണ്. അപ്പോൾ അതിനകം വെച്ച് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ മുഖത്തുണ്ടാകുന്ന ചിരി, സന്തോഷം, ആശ്വാസം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ, അതൊക്കെ ഒരു വലിയ സ്വാധീനം ഈ സമൂഹത്തിൽ ഇതിനോടകം തന്നെ ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ തുടക്കത്തിലേക്ക് വരുന്നു, ഇത് ഏതെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് ആളുകളെ വശത്താക്കി, മറ്റൊരു മോശമായ പദം, മോശം എന്ന് വെച്ചാൽ അശ്ലീലമല്ല, ചീപ്പ് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഒരു ഫ്രേസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയായി തീർന്നാൽ
ഇത് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ടീച്ചറിന് അതിനോട് യോജിപ്പാണ് വിയോജിപ്പാണ്? ഈ ഫ്രീ ബീകൾ എല്ലാ കാലത്തും ജനങ്ങളെ നിഷ്ക്രിയരാക്കുമെന്നും മറുവശത്ത് കുറേ പേർക്ക് ആശ്വാസമാകും എന്നൊക്കെ പല സംസ്ഥാനങ്ങളുടെ ഉദാഹരണമൊക്കെ ചൂണ്ടിക്കാട്ടി ചർച്ചകൾ വന്നിട്ടുണ്ട്. ഈ ഒരു മാസം തികയുന്ന ഈ സമയത്ത് ഇനിയും സൗജന്യമാണോ, അത് സർക്കാരിന് നല്ലതായിരിക്കുമോ, അധിക ബാധ്യതയാവോ എന്ന് തോന്നുന്നു? സാറിനോട് യോജിക്കുന്നുണ്ട് അതിൽ? ലക്ഷ്മി, അത് ഞങ്ങൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ഫ്രീ ബി എന്ന കോൺസെപ്റ്റ് തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ്, ഇങ്ങനെ ബീഹാറിലെ 10,000 രൂപ ഒരു സ്ത്രീക്ക് കൊടുത്ത സമയത്ത് സുപ്രീം കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തു അതിനെതിരെ, അങ്ങനെ കൊടുക്കുന്നതിനെതിരെ. അപ്പം കോടതി തന്നെ അന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തു പോയി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച അതേ കാര്യം തന്നെ, പ്രൊഡക്ടിവിറ്റി, ജോലി ചെയ്തില്ലെങ്കിലും എനിക്കിങ്ങനെ പൈസ കിട്ടും, പിന്നെ ഞാൻ ആ ആറ്റിറ്റ്യൂഡിലേക്ക് ജനതയെ മാറ്റും. അപ്പോൾ ഫ്രീ ബീസ് ഒരിക്കലും നല്ലതല്ല. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഫ്രീ ബി ആയിട്ട് ഈ ഫ്രീ യാത്രയെ നമുക്ക് കാണാൻ പറ്റില്ല. പ്രിയദർശിനി എന്ന് പേരിട്ടുള്ള ഈ ഫ്രീ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീയെ ചേർത്ത് പിടിക്കുന്നു എന്നത് തന്നെയാണ്. അവളെ പ്രിയദർശിനിയാക്കി ചേർത്ത് പിടിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? അതായത് നമ്മുടെ അമർത്യ സെൻ, നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് 1998. അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, ആ ഗ്രന്ഥമാണ് മെയിനായിട്ട് നോബൽ പ്രൈസിലേക്ക്. ആ പുസ്തകത്തിൽ തന്നെ 7 തരം വിവേചനം സ്ത്രീകൾ നേരിടുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ വിവേചനം ഗർഭധാരണ, അതായത് ഒരു ഭ്രൂണമായി അമ്മയുടെ ഉദരത്തിൽ ഉദയം ചെയ്യുന്ന നാൾ മുതൽ പെൺഭ്രൂണമാണെങ്കിൽ അതിനോട് അനീതി കാണിക്കാൻ തുടങ്ങും. പെൺഭ്രൂണമാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട കെയർ കൊടുക്കില്ല. ആൺഭ്രൂണമാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും കൂടുതൽ കെയർ കൊടുക്കും. ഇനി പിറന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം, ആൺകുഞ്ഞാണെങ്കിൽ അതിന് മകന് തൈരും മകൾക്ക് മോരും എന്നൊരു ചൊല്ല് പണ്ടത്തെ മലയാളക്കരയിലുണ്ട്. ആ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പെൺകുഞ്ഞിന് കിട്ടുക. ഇനി സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണെങ്കിലോ ആൺകുഞ്ഞാണെങ്കിൽ ബെസ്റ്റ് സ്കൂളിലെ എൻജിനീയറിംഗ്, മെഡിസിൻ ഇങ്ങനത്തെ കോഴ്സിന്, പെൺകുഞ്ഞാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സ്കൂളിലല്ല, എന്നിട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ ആയിരിക്കും കോളേജ് വരെ പോകുന്നെങ്കിൽ. ഇതൊക്കെ ചിലപ്പോൾ സ്കൂളിംഗ് പോലും കോളേജ് വിദ്യാഭ്യാസം പോലും നിഷേധിക്കും. കാരണം വണ്ടിക്കൂലി, കേരളത്തിലെ വണ്ടിക്കൂലി വളരെ ഹൈയായി, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ സർവ്വവിധേന ഈ വിവേചനം അനുഭവിക്കുന്നവരാണ് പെൺകുട്ടികൾ. അങ്ങനെ അത് നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ പ്രധാനപ്പെട്ട പോളിസിയിൽ നിന്ന് നമുക്കറിയാം. അതായത് 1996 ഈ 33% റിസർവേഷൻ, അതും യുണൈറ്റഡ് നേഷൻസൊക്കെ ആക്ഷൻ എടുത്തത്, എല്ലാ രാജ്യങ്ങളും ഇത് നടപ്പാക്കണം, 33% എങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ റിസർവേഷൻ ബില്ല് പാർലമെൻറ്റിൽ വരുന്നത്. അന്ന് ആ ബില്ല് പാർലമെൻറ്റിൽ പോലും വെച്ച് എന്താ ചെയ്തത്? ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്ത് എറിയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ആ ബില്ല് വീണ്ടും UPA കാലത്തൊക്കെ വന്നു, പാർലമെൻറ്റിൽ ജയിക്കും, പക്ഷേ എന്താണ് പറയുക, രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തള്ളിപ്പോവും. അങ്ങനെ വന്ന് BJP ഗവൺമെൻറ് 2014 വന്നതിന് ശേഷം ആദ്യ വർഷങ്ങളിൽ അവർ ആ ബില്ല് അവതരിപ്പിച്ചില്ല. 2019 അവതരിപ്പിച്ചു. 2019 അവതരിപ്പിച്ചപ്പോൾ അത് പാസ്സാകാമായിരുന്നു, പക്ഷേ പാസ്സാക്കിയില്ല. 2024 പാസ്സായി, ലോകസഭയിൽ പാസ്സായി, രാജ്യസഭയിലാണ് പാസ്സാകുന്നത്. 2024 രണ്ടിടത്തും അവർക്ക് മജോറിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അത് പാസ്സായി. പക്ഷേ അതിന് ഒരു കുറ്റിയിൽ അതിനെ കെട്ടി. ഏത് കുറ്റിയിലാണ്? ഡീലിമിറ്റേഷൻ. അങ്ങനെ ഡീലിമിറ്റേഷൻ നടപ്പാക്കിയതിന് ശേഷമേ ഇത് നടപ്പാക്കുമെന്ന്. അപ്പോഴും ചേർത്ത് പിടിക്കലല്ല, പ്രിയദർശിനി അല്ല സ്ത്രീ. പ്രിയദർശിനി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റി വേണ്ട, ഇതങ്ങ് കൊടുത്തു കളയാമെന്ന് വിചാരിക്കുമായിരുന്നു. ആ തരത്തിൽ സ്ത്രീയോട് വിവേചനം ഇന്ത്യയിൽ മാത്രം, ലോകത്ത് മുഴുവനും സർവ്വമതങ്ങളിലും ഇതേ വിവേചനമുണ്ട്. ഇപ്പോൾ RSS പൊക്കിപ്പിടിക്കുന്ന ഹിന്ദു ധർമ്മത്തിൽ എന്താ പറയുക? നാസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് മിസ്റ്റർ സതീശൻ മുഖ്യമന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഹൃദയാവർജകമായ ഒരു കർമ്മമാണ്. ഇത് അദ്ദേഹം എല്ലാ കാലത്തും, അതായത് കേരളത്തിൻ്റെ ഒരു വലിയ വിസ്മയമായിട്ട്, കേരളത്തിൻ്റെ ചരിത്രമുള്ള കാലം മുതൽ ഈ വിസ്മയം
ആവർത്തിച്ച ഇത് വിസ്മയം തന്നെ എന്ന് പറയപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്ത്രീ വിഷയത്തിലേക്ക് കൂടി ടീച്ചർ വന്നതുകൊണ്ടാണ് ഈ ആഗോള തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു അസമത്വം നമ്മൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പല ചാനൽ ചർച്ചകളിലും ഈ വിഷയം വരുമ്പോൾ ടീച്ചർ അതിശക്തമായി തന്നെ പലരെ ഏറെ നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചർച്ചയിൽ ശ്രീ റജി ലൂക്കോസിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞ മൈക്കൊക്കെ വലിച്ചെറിയുന്ന ടീച്ചർ നമ്മൾ കേരളം കണ്ടതാണ്. സ്ത്രീകൾ ആവേശത്തോടെ അത് ഏറ്റെടുത്തതുമാണ്. ആ വിഷയത്തിൽ സാറിന്റെ നിലപാടാണ്. ഈ അസമത്വം ഉണ്ടോ ഇപ്പോൾ? ലക്ഷ്മി, ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഏത് സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് ജെൻഡർ ഇക്വാളിറ്റി ആവശ്യമാണ്. പഴയ കാലത്തൊന്നും അതില്ലാതെ പോയതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഋഷികാരുടെ കാലത്തും മഹർഷിമാരുടെ കാലങ്ങളിലും അല്ലെ വേദഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ കാലം ഒരുപാട് ദൂരെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ക്രമേണ കുറഞ്ഞുകൊണ്ട് വരുന്നു. പക്ഷേ ഞാനിതിനകത്ത് കാണുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഈ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റായി ഇത് മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട്. അങ്ങനെയാണ് ഈ പല സ്ത്രീകളുടെയും. കാരണം ജോർജ് ഓർവെൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ, ഇംഗ്ലീഷ് സാഹിത്യകാരൻ, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായുണ്ടാണ്. സം ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്നൊരു ലോക പ്രശസ്തമായ പ്രയോഗം. എല്ലാവരും തുല്യരാണ്, എന്നാൽ അതിനകത്ത് അല്ലാത്തവരും ഉണ്ട് എന്ന ഒരു വളരെ പരിഹാസവും അർത്ഥഗർഭവുമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ലോകം മുഴുവൻ ഇപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നോ എന്ന് ഞാൻ ഭയക്കുന്നു. തുല്യരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അപ്പോഴും അവിടെ ഞാൻ പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുടുംബകലഹം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ ലക്ഷ്മിയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഞങ്ങൾക്ക് പുരുഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത്, ആദ്യം ജെൻഡർ ഇക്വാളിറ്റി അംഗീകരിക്കുന്നു ഉണ്ട് എന്ന് സമ്മതിക്കുന്നതൊപ്പം അതിൻ്റെ പേരിൽ അത് വെച്ചുകൊണ്ടൊരു ചൂഷണം പാടില്ല. അതായത് ഇപ്പോൾ ഞാനൊരു വളരെ കൗതുകരമായ ഒരു തമാശയുണ്ട്. ഈ ഒരു കാലത്ത് ഈ KSEBയിൽ ലൈൻമാൻ ജോലി പൂർണ്ണമായിട്ട് പുരുഷന്മാർക്കായിട്ട് നിൽക്കുമല്ലോ. കാരണം ഈ പോസ്റ്റേ കയറാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് എന്താ കയറിയ കുഴപ്പം എന്ന് ചോദിക്കുന്ന അതാണോ ഇക്വാളിറ്റി? അവിടെ എനിക്ക് വേറെ ഒരു ലോജിക്ക് കൂടെ പറയാനുണ്ട്. അതായത് അത് എൻ്റെ സഹധർമ്മിണി എന്നെ യോജിക്കുമെന്ന് തോന്നില്ല. ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജന്മസിദ്ധമായി ഒരു സ്ത്രീയും പുരുഷനും രണ്ടാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും അതൊക്കെ ശാസ്ത്രം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതും സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേകമായ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആർത്തവ അവധി എന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞതാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, സംശയം വേണ്ട. അതൊക്കെ ആരോഗ്യപരമായ ശുചിത്വം പാലിക്കുന്നതിനും പണ്ടൊക്കെ അതല്ലല്ലോ. ഒരു കാലത്ത് അറിയാമല്ലോ, പഴയ കാലങ്ങളിലൊന്നും സ്ത്രീയെ വീട്ടിൽ പോലും ഇരുത്താൻ കഴിയാത്ത രീതി, അതിൽ നിന്നൊക്കെ എത്രയോ ദൂരം നമ്മൾ മാറി സഞ്ചരിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മൾക്ക് വളരെ നല്ലതാണെങ്കിൽ പോലും ഇത് ഒരു ലിംഗത്തിൻ്റെ പേരിൽ അസാധാരണമായ ചില അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഇതൊരു അപകടത്തിലേക്ക് പോകുന്നത്. അതാണ് ഈ ഫെമിനിസം ഇപ്പോൾ വളരെ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എൻ്റെ സഹധർമ്മിണിയാണെങ്കിലും ലക്ഷ്മി സൂചിച്ച പോലുള്ള ചില പരാമർശങ്ങൾ വരുമ്പോൾ കൈയടിക്കാൻ ആളെ കിട്ടുന്നത് അതുകൊണ്ടാണ്. സ്ത്രീകളിങ്ങനെ നോക്കിയിരിക്കുക ആരെങ്കിലും പറയാൻ. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെ ഞാൻ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു ഓണസ്റ്റായിട്ടുള്ള സത്യസന്ധമായ ഒരു ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി വേണം പുരുഷനും ഫൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലക്ഷ്മി തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ ബസ്സിലെ സൗജന്യം വന്നപ്പം മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഈ രാഹുൽ ഈശ്വറൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ രംഗത്ത് വന്നു. എന്തുകൊണ്ടാണ്? പക്ഷേ അവിടെയും ചില യുക്തിഭംഗങ്ങളായ കാര്യങ്ങളുണ്ട്. ഒരമ്മ ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും കൊണ്ട് ബസ്സിൽ കയറുന്നു. ആൺകുട്ടിക്ക് 11 വയസ്സിൽ താഴെയാണെങ്കിൽ അര ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അപ്രായോഗികത നമ്മൾ കാണണം. അത് ഇനി അവർ പരിഹരിക്കുമായിരിക്കാം. അതോടെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ലക്ഷ്മി ഒന്ന് അവനെ കണ്ടു നോക്കൂ. ഒരമ്മയുടെ ഒരു കയ്യിൽ ഒരു പെൺകുട്ടി കയ്യിലോ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കൂട്ടത്തിൽ അവയെ അമ്മയുടെ ഒരു മകൻ. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് എന്താ, ആ മകന് ടിക്കറ്റ് എടുക്കണം. 11 വയസ്സിൽ താഴെയാണെങ്കിൽ അര ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിനാണല്ലോ ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും നോക്കാതെ തന്നെ സൗജന്യം കൊടുക്കണം എന്നൊക്കെ. അത് മറ്റു വിഷയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് താത്വികമായി നമുക്ക് അംഗീകരിക്കാവുന്നതാണെങ്കിൽ പോലും അതിനകത്ത് ചില നേരിയതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളും തയ്യാറാകണം. തയ്യാറാകാതെ പോകുന്ന കുറേ ആളുകളെങ്കിലും ഉണ്ട്. അവരാണിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്.
ഇക്കണോമിസ്റ്റ് ആണെങ്കിലും ടീച്ചർ ഹോം മേക്കർ കൂടിയാണ് വീട്ടിൽ. അല്ല, ഈ ചോദ്യത്തിനെ പറ്റി എനിക്കും കൂടി ഒരു മറുപടി ഉണ്ട്. ടീച്ചർ മറുപടി പറഞ്ഞു. അല്ല, മറുപടി ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് ആ പറഞ്ഞ കാര്യത്തിൽ 100% യോജിക്കുക ചെയ്യുന്നത്. അതിനെനിക്ക് താത്വികമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ അമർത്യ സെന്നിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ ഈ ജെൻഡർ ഇക്വാളിറ്റിയും അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ വിപത്താണ് ലിവിങ് ടുഗെദർ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇന്നാൾ നമ്മുടെ ജസ്റ്റിസ് രത്ന തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, ശരി, പക്ഷേ എന്തിനാണ് നിങ്ങൾ വിളിച്ചപ്പോൾ അയാളുടെ കൂടെ, അതായത് ഗർഭിണിയായി കഴിഞ്ഞപ്പം കല്യാണം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോയപ്പോഴാണ് ജസ്റ്റിസ് നാഗരത്ന ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അവരൊരു വനിതയാണ്, ആ വനിത തന്നെ ഇങ്ങനെയൊരു ചോദ്യം, അവർ വളരെ ശക്തമായ ആർഗ്യുമെൻസുമായിട്ട് കോടതിയിൽ വരുന്ന ഒരു വനിതയാണ്. നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ മേ ബി ദ ബെസ്റ്റ്. അങ്ങനെയുള്ള വനിതയാണ് ഈ ഒരു ചോദ്യം. ഇത് നെഗറ്റീവായിട്ട് എടുക്കാം ഫെമിനിസ്റ്റുകൾക്ക്, പക്ഷേ വളരെ പോസിറ്റീവായി നമ്മളെപ്പോലെ സത്യസന്ധരായിട്ട് ജീവിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ലിവിങ് ടുഗെദറോ അങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിലും ആയിക്കൊള്ളട്ടെ, നേരത്തെ ഹസ്ബൻഡ് തന്നെ പ്രകൃതിദത്തമായി പുരുഷൻ്റെയും സ്ത്രീയുടെയും ശാരീരിക വ്യത്യാസങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഗർഭപാത്രം പ്രകൃതി, ദൈവമാകട്ടെ പ്രകൃതി കൊടുത്തിരിക്കുന്നത് സ്ത്രീയിലാണ്. ആ ഗർഭപാത്രത്തിൽ ഉരുത്തിരിയുന്ന ഒരു കുഞ്ഞിനെ എന്താണെന്നറിയോ, ഗാരി എസ് ബെക്കർ എന്ന ഒരു ഗ്രന്ഥകാരനെ ഞാനിവിടെ പറയാൻ, അദ്ദേഹത്തിന് 1991 നൊബേൽ പ്രൈസ് കിട്ടി സാമ്പത്തിക ശാസ്ത്രത്തിന്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ളൊരു പഠനം. അപ്പോൾ അദ്ദേഹം ഇതേ ഐഡിയ തന്നെയാണ്, അതായത് എന്താണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പ്രകൃതി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അതേ പ്രകൃതി അല്ലെങ്കിൽ അതേ ദൈവം തന്നെ ഒരുപാട് ദീർഘക്ഷമ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉദരത്തിൽ വരുന്ന ഒരു കുഞ്ഞ് ഉദരത്തിൽ വരുമ്പോൾ മുതൽ വലിയ മാറ്റങ്ങൾ സ്ത്രീ ശരീരത്തിൽ വരും, മാനസികമായും ശാരീരിക, അതൊക്കെ ഉൾക്കൊണ്ട് ഈ ഭ്രൂണം വളരുന്നത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാലോ ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. ആ സമയത്ത് ഈ കുട്ടിക്ക് കിട്ടുന്ന പരിചരണം, അതിന് കിട്ടുന്ന ഫുഡ്, ഇതൊക്കെയാണ് ഭൗതികവും ശാരീരികവുമായ വികസനത്തിലേക്കൊക്കെ. അപ്പം ഭർത്താവിനുമുണ്ട് ഈ സമയത്ത് സ്ത്രീ ഒരുപക്ഷെ ജോലി ചെയ്യുന്നുണ്ടാവില്ല, അതായത് പുറത്ത് ലീവിലൊക്കെ ആയിരിക്കും. അപ്പോഴും ഹസ്ബൻഡാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹസ്ബൻഡാണ് സ്നേഹ പരിചരണങ്ങളെല്ലാം വൈഫിനും ഈ കുഞ്ഞിനും. അമ്മയ്ക്ക് കിട്ടുന്ന പരിചരണങ്ങളും സ്നേഹവും ഈ കുഞ്ഞിനാണ് കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ അത് ബെക്കർ എന്താ പറയുന്നറിയോ, ഒരു വ്യക്തിയെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് അച്ഛനും അമ്മയും കൂടിയാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആ പ്രധാനപ്പെട്ട കോൺസെപ്റ്റിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കൊടുത്തത്. ലോകം എല്ലാം ആദരിക്കേണ്ട കോൺസെപ്റ്റാണ്. ഓരോ വ്യക്തിയെയും ഓപ്റ്റിമം പേഴ്സണാലിറ്റി, അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാത്തരം വൃത്തികേടുകളോ അല്ലെങ്കിൽ അസംഭവ്യമായ സംഭവിക്കരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതിനൊക്കെ വളം വയ്ക്കുന്നതാണ് ഈ ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത്. അതായത് ഉത്തരവാദിത്തമുള്ള പേരൻഷിപ്പ് അല്ല അവിടെ വരുന്നത്. ഒരുത്തിയും ചേർന്ന് കുറേ നാൾ ജീവിച്ചു, ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെയൊക്കെ കളഞ്ഞിട്ട് അവൻ്റെ വഴിക്ക് അവളുടെ വഴിക്ക്. ഈ കുഞ്ഞിന് ആരെ ഉത്തരവാദിത്വം ഉണ്ടാവുക? ആ കുട്ടിയുടെ ഓപ്റ്റിമം പേഴ്സണാലിറ്റി എവിടെയിരിക്കും? അങ്ങനെ കുറേ കുട്ടികൾ ഒരു സമൂഹത്തിലുണ്ടായി, ആ സമൂഹം എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ആ കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് 101% യോജിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫെമിനിസം സംസാരിച്ച് ആരും എന്നെ വാഴ്ത്തില്ല. ഫെമിനിസ്റ്റുകൾ, ഞാൻ എപ്പോഴും ഫെമിനിസ്റ്റുകൾക്കെതിരാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, അവളുടെ പൂർണ്ണ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ കൂടെ വീട്ടിലുള്ളവരെല്ലാവരും അതൊക്കെ ശരിയാണ്. പക്ഷേ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത് തോന്നിയതുപോലെ നടക്കലോ ജീവിക്കലോ അല്ല. എല്ലാത്തും സിസ്റ്റമാറ്റിക്കായിട്ട് പേഴ്സണാലിറ്റി വികസനം, മറ്റുള്ളവരെ സഹായിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെ ആ തരത്തിൽ എന്താണ് പറയുക, മോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം ഒരു സ്ത്രീയുടെ. ലക്ഷ്മിയോട് ചേർത്ത് ഒരു വാക്യം മാത്രം പറയുക. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഹൈക്കോടതി വിധി തന്നെ വളരെയേറെ വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഹോം മേക്കറുടെ ജോലി നമ്മൾ അളക്കുമ്പോൾ 30,000 രൂപ പ്രതിമാസം ആ ചെയ്യുന്ന ജോലിക്ക് വേതനമായി കണക്കാക്കണമെന്നൊരു വിധി വന്നിട്ട് ലക്ഷ്മിക്കറിയാമല്ലോ, ഒരാഴ്ചയായുള്ളൂ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള അംഗീകാരം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ സമാന്തരമായി കാണണം. അപ്പോഴും അവഗണിക്കപ്പെടുകയല്ല, പരിഗണിക്കപ്പെടുകയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ ലക്ഷ്മി ഒരു കാര്യം കൂടെ അപ്പോൾ ഇത് യുണൈറ്റഡ് നേഷൻസ് 1980 തന്നെ പറഞ്ഞിരുന്നു. അതായത് GDP കണക്ക് കൂട്ടുമ്പോൾ
വീട്ടിൽ ചെയ്യുന്ന കുടുംബത്ത് സ്ത്രീ ചെയ്യുന്ന ജോലി അത് കണക്കിലെടുക്കാറില്ലല്ലോ. അതും GDPയുടെ ഭാഗമായിട്ട് അതിന് വാല്യൂ ഇട്ട് GDPയുടെ ഭാഗമാക്കണമെന്ന്. അപ്പോൾ സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. അത് ചെയ്യണമെന്ന്. പക്ഷേ അത് ഇന്ത്യ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ചെയ്യാത്തതാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഇത്ര കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അത് GDPയിലേക്ക് കണക്ക് കൂട്ടലാവും. അതായത് കോസ്റ്റ് ഓഫ് എംപ്ലോയിങ് എ വുമൺ, അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും അപ്പോൾ അതിനൊരു വാല്യൂ ആയി. അതാണ് കോടതി ചെയ്തത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴേ സാർ, നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും നിന്നിട്ട് ആ ഒരു വഴിക്ക് ചോദ്യം, സാർ സ്പോർട്സിന്റെ ഒരു എക്സ്ട്രീമിലൊരു ഏതൊരു ടീമിന്റെ ആരാധകനാണ്. ടീച്ചറിന് അങ്ങനെ ഏത് ടീമിലുണ്ടാണ്? ഇപ്പം ടീമിനെ ചൊല്ലിയൊക്കെ ഇവിടെ മത്സരമൊക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ട ടീം ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ടീച്ചറിന് അങ്ങനെ ഇല്ല, എനിക്ക് താല്പര്യം അങ്ങനെ ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് സ്പോർട്സിനോട് വലിയ അഫിനിറ്റി ഇല്ല. കാരണം മേ ബി എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ കടന്നു വന്ന പാതയല്ല അദ്ദേഹം കടന്നു വന്ന വഴികൾ. അപ്പോൾ ആ പാതകളെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് വലിയ അഫിനിറ്റിയോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല സ്പോർട്സിനോട്. മറിച്ചാണ് അദ്ദേഹം. സാറിലേക്ക് വന്നാൽ ടീം സാർ എന്ത് പ്രതീക്ഷിക്കുന്നത്? ആവേശം ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് നിന്ന് കാണാറുണ്ട്. കാരണം എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് പ്രത്യേക പരിതസ്ഥിതിയിൽ ജനിച്ചു വളർന്നവരാണല്ലോ, സ്വാഭാവികമായിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നുകൊണ്ട് അന്ന് മുതലേ ഉണ്ടായ ഒരു അഫിനിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ദൂരദർശൻ 1985 തുടങ്ങുമ്പോൾ ഓഡിയോ ടെസ്റ്റ് പാസ്സായി കമൻറ്റേറ്ററായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ലക്ഷ്മിയോടെ ജോലി ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു താല്പര്യം ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും ഞാനിപ്പോഴും ഒരു അക്രഡിറ്റഡ് സ്പോർട്സ് കമൻറ്റേറ്ററാണ്. ഇപ്പം ഞാനിപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി വലിയ കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കളികളാണ്. അതിപ്പോൾ നമുക്ക് ഇതിനകത്തും വിസ്മയങ്ങൾ സംഭവിക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ച പോലെ ഞാനതുകൊണ്ട് ഒരു പ്രത്യേക ഒരു രാജ്യം എൻ്റെ രാജ്യമാണ് എന്നുള്ള രീതിയിലേക്ക് എടുത്തിട്ടില്ല. എനിക്ക് എല്ലാവരോടും അവരവരെ അർഹിക്കുന്നതായിട്ടുള്ള മാന്യം. ചില വളരെ മോശം, ഇപ്പോൾ 5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യം പോലും ഇവിടെ മത്സരിക്കുന്നു. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 11 വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു രാജ്യങ്ങൾ വരുമ്പോൾ അവരുടെ കളിയും അതേ ജിജ്ഞാസയോടും കൗതുകത്തോടും കാണുന്നു. ഈ നെയ്മർ, ഇതുപോലെ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആവേശം, ഒരു ഭ്രാന്തമാണ്. ഒന്നാമത് അതിൻ്റെ പ്രായം കഴിഞ്ഞു, എന്നാലും അതിനോടുള്ള ആ താല്പര്യവും അഭിനയിച്ചും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൗതുകത്തോടും ആകാംക്ഷയോടും കൂടിയാണ് കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഇപ്പം പാലിന് വില കൂടി, ഇന്ധന വില വർധന, എന്തിനും വിലക്കയറ്റം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും നാളുകളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയും കൂടി പറഞ്ഞ് നിർത്തി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടുതൽ സമയം തരേണ്ടി വരും മിക്കവാറും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പാലിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് ഇനി അടുത്ത ഒക്ടോബർ വരുന്നേ ഉള്ളൂ, കഴിഞ്ഞ ഒക്ടോബറിൽ ഓൾ ഇന്ത്യ തലത്തിൽ കൺസ്യൂമർ പ്രൈസ്, അതായത് വില നിലവാരം 0.25% താണു. അതായത് 0.25%. അന്നും കേരളത്തിൽ 8.56% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. പക്ഷേ അതിനുശേഷം ഓൾ ഇന്ത്യ തലത്തിൽ കുറച്ച് കൂടി, ഇപ്പോൾ 3.9%ലേക്ക്, ഓൾമോസ്റ്റ് 4%ലേക്ക് വന്നു. അപ്പോൾ കേരളത്തിൽ കുറച്ച് കുറഞ്ഞു. ഈ 8.56 എന്നുള്ളത് കുറച്ച് കുറഞ്ഞു. എങ്കിലും എപ്പോഴും കേരളത്തിലാണ് ഉയർന്ന വില. അപ്പോൾ ആ വിലയുടെയൊക്കെ കാരണം ഫ്യൂവൽ പ്രൈസിലുണ്ടാകുന്ന വർധനവ് മുതൽ, അതായത് നമ്മൾ 80% ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ട് ചാർജ്, ഇന്ധന വില ഉയർന്ന ഉടനെ എല്ലാ സാധനങ്ങളുടെയും വില ഉയരും. അങ്ങനെ പിന്നെ പൂഴ്ത്തിവയ്പ്പ് കേരളത്തിലെ വ്യാപാരികൾക്കും ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ പൂഴ്ത്തിവയ്ക്കുന്ന എന്തിനാണ്? ഒരു ഈ വിലക്കയറ്റമോ എന്തെങ്കിലും ഇന്ധന വിലയിൽ കയറ്റമോ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഇവിടെയും വില കൂടുമെന്നറിയാം. അപ്പോൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ വാങ്ങി പൂഴ്ത്തി വയ്ക്കുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയപ്പെട്ടതുപോലെ ഇതിൻ്റെയൊക്കെ സ്ക്വാഡുകളുണ്ട്. ഇതിനൊക്കെയുള്ള അവരൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കുറച്ച് മാറ്റം കൊണ്ടുവരാം. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇവിടുത്തെ നമ്മുടെ നാടൊരു ഗുണ്ടാ നാടായി മാറിയത്, ഒരു മയക്കുമരുന്ന് ശാലയായി മാറിയത് ഒക്കെ നമുക്കറിയാം. ആ തരത്തിലേക്കൊക്കെ കെയർലെസ് ആയിരുന്നു. ഒരു ഗവേണൻസ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഗവേണൻസ് ജനക്ഷേമകരമായ കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധാലുവായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിൽ കുറച്ചും കൂടി ശ്രദ്ധാലുമാകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തിനെ പറ്റിയോ എഡ്യൂക്കേഷനെ പറ്റിയോ ഒക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹെൽത്ത് തന്നെ ആദ്യം എടുക്കാം. 2017 നരേന്ദ്രമോദി ഗവൺമെൻറ്, അതായത് നാഷണൽ ലെവലിൽ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നു.
അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇത് കറണ്ട് ലിസ്റ്റിൽ പെട്ടതാണ് ആരോഗ്യം. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ കേന്ദ്രം GDPയുടെ 2% ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കണം. സംസ്ഥാനങ്ങൾ GDPയുടെ 8% എന്നാണ്. ഇതുവരെ ഈ കേരളത്തിലെ ഒറ്റ ഗവൺമെൻറ് പോലും 8%, ഒറ്റ ഗവൺമെൻറ് LDF ആയിരുന്നു. അതിനുശേഷമുള്ള 2016-17 മുതൽ LDF ആണ്. ഈ 8% പോകട്ടെ, 2% പോലും ഇതുവരെ മാറ്റിവെച്ചിട്ടില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മളതിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം കണ്ടാൽ അറിയാം. പ്രിവെൻറ്റീവ് കെയർ മുതൽ ക്യൂറേറ്റീവ് മുതൽ സമസ്ത മേഖലകളിലും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ചിലവ്. നമുക്കറിയാം, ഈ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ, പ്രീമിയർ ഹോസ്പിറ്റൽസിലൊക്കെ പോകാൻ സാധാരണക്കാർക്കെന്ന് പോകട്ടെ, ഞങ്ങളൊക്കെ കോളേജ് പ്രൊഫസർമാരായിട്ട് റിട്ടയർ ചെയ്തത്, ഞങ്ങൾക്ക് പോലും പോകാൻ ബുദ്ധിമുട്ടാണ്. മരിക്കുമെന്ന് വന്നാലേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ പോവില്ല, പോകാൻ പറ്റില്ല. അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധ്യതകളുണ്ട് കേരളത്തിൽ. പക്ഷേ അതെല്ലാവർക്കും സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പോൾ ഈ 8% എന്നുള്ളത് ഇവിടെ 1%ൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുകയാണ്. അതിനെ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ച് പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, ഇപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൽ അശ്രദ്ധമായതുകൊണ്ടാണ് ഇത്ര വലിയ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിലൊക്കെ നല്ലവണ്ണം ചെയ്യണം. അതുപോലെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, നേഴ്സസ് ആർ ലോ പെയ്ഡ്. ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾക്ക് എല്ലാ 10 വർഷവും എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് പറഞ്ഞ് കരയും, ബഹളം ഉണ്ടാക്കുമ്പോൾ, അതിന് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഓർക്കണം, ഇവിടുത്തെ നേഴ്സസ്, അതായത് ഗവൺമെൻറ് മേഖലയിലെ നേഴ്സസിനും കിട്ടുന്നുണ്ട് ഈ പറയപ്പെട്ട 5 വർഷ ശമ്പള പരിഷ്കരണം, ഉയർന്ന വേതനവും. പക്ഷേ അതല്ല സ്വകാര്യ മേഖലയിൽ. അപ്പോൾ അവരുടെ വേതനം കൂടി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ അങ്ങനെ ഹെൽത്ത് മേഖലയ്ക്ക് കൊടുക്കേണ്ട, അതായത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, രോഗി നേഴ്സ് റേഷ്യോ, രോഗി ഡോക്ടർ റേഷ്യോ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 7 അയലക്കത്ത് പോലും വരുന്നില്ല കേരളത്തിൽ പാസ്സാകുന്ന ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ നല്ല ശമ്പളവും ജോലിയും നോക്കി വിദേശത്തേക്ക് പോവുക. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്ത്, എല്ലാവരെയും പിടിച്ചു നിർത്തണം എന്നല്ല, കുറേ പേര് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഈ പാറ്റേൺ ഒത്തിരി മാറ്റിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ളതിനെ കുറിച്ച് 1-2 വാക്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. അതായത് ഇന്ന് ദേശീയ വിദ്യാഭ്യാസത്തെ നയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് വിവാദം നടക്കുന്ന ഒരു കാലത്താണ്. അത് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ സ്കോപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, സർവകലാശാലകളുടെ ഭരണരംഗം മുഴുവൻ മരവിച്ചിരിക്കുക. ഏതാണ്ട് 14 സർവകലാശാലകളിൽ 9 സർവകലാശാലകളിലും പൂർണ്ണ അധികാരമുള്ള വൈസ് ചാൻസലർമാരില്ല. കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു ദുസ്ഥിതി ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിന് ഒരു മാറ്റം വരുത്താൻ ഈ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണനിലവാരം ആ ഒരു അളവിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം വൈസ് ചാൻസലർമാർ പൂർണ്ണ അധികാരമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇനത്തിൽ റിസർച്ച് ഗ്രാൻഡായിട്ടും കോളേജുകളുടെ വികസനത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ആണ് ആദ്യമായി അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയം. 2, ഇപ്പോൾ നമ്മൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, ആവർത്തിക്കുന്നില്ല, ഈ ക്യാമ്പസുകളെ രാഷ്ട്രീയ വിമുക്തമാക്കണം. കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പാടില്ല. ലക്ഷ്മിക്കറിയാമല്ലോ, പൊളിറ്റിക്സും ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്. നമ്മൾ പറയുന്നത് പൊളിറ്റിക്സിനെതിരാണ്, എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് ഒരു ഓപ്ഷണൽ വിഷയമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ നയത്തിൽ അങ്ങനെ അല്ലാതൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല. അല്ലാതെ ഗവർണറും മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ കേരളത്തിൽ ഇന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ അസന്തുലിതാവസ്ഥയും പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. അതുകൂടെ ഈ പുതിയ ഗവൺമെൻറ് അഭിസംബോധന ചെയ്യുമെന്നാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒന്നിച്ച് വന്നു. രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് എന്ത് തോന്നി പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈവൻ അതായത് കുടുംബ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ പല കാര്യങ്ങളും നോക്കിക്കാണുന്നത് എന്ന് ഒരു ഏകദേശ രൂപം, ചിലപ്പോൾ 2 പേരും പൂർണ്ണമായിട്ട് ഹൃദയം തുറന്നിട്ടുണ്ടാവില്ല, മനസ്സ് തുറന്നിട്ടുണ്ടാവും, എങ്കിലും ഒരു പരിധി വരെ തുറക്കാതെ ഒക്കത്തില്ല കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കണമെങ്കിൽ. അപ്പം അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ല അനുഭവമാണ്. ഇത് മംഗളം തുടങ്ങി വെച്ചവർ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊരു തുടക്കമാണ്. ഇത്തരം തുടക്കം നല്ലതാണ്. അതും ഒരു വിസ്മയമായിട്ട് ബഹുമാനപ്പെട്ട
മുഖ്യമന്ത്രി പിന്നെ വി ഡി സതീശൻ്റെ വിസ്മയങ്ങളോട് കൂടി ചേരട്ടെ. ലക്ഷ്മി, ഇത് ഒരു നല്ല പരീക്ഷണമാണ്. നിങ്ങളെ വീണ്ടും പ്രശംസിക്കുന്നു. ഈ ഇതിൻ്റെ ഈ പരിപാടി മംഗളമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഏതായാലും ഇതൊരു പുതിയ പരീക്ഷണമാണ്. മറ്റ് ചാനലുകളാരും ഇതുവരെ ഇങ്ങനൊരു പരീക്ഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഇന്നവേഷനാണ് എന്ന രീതിയിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ പ്രശംസിക്കുന്നു. നിങ്ങളിത് ഭംഗിയായി കൊണ്ടുപോകാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം മംഗളം ചാനൽ മംഗളമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് ആശംസിക്കുന്നു. വളരെ സന്തോഷം.